കൊണ്ട് അനുമോളുടെ പുറകിൽ പോയ രണ ഇന്നലെ ഉരുകി 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 കരഞ്ഞ് മെഴുകി. അത് ജിസേല് വളച്ചൊടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജിസേല് വളച്ചൊടിക്കാൻ മിടിക്കുകയാണ്. ആദില നൂറ എന്റെ പൊന്നെ തീ. ഇവിടെ ഏറ്റവും വലിയ വിഷം ആരാണെന്ന് ചോദിച്ചാൽ ബിന്നിയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദില നൂറ എന്റെ പൊന്നോ. ഇന്നലെ ബുള്ളിങ് ഗാങ്ങിനെ അടിച്ച് ഇരുത്തിയെന്ന് പറഞ്ഞാൽ അതുപോലെ അടിച്ചിരുത്തി സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. എന്താ വെച്ചാൽ ഈ അനുമോളെ പോലെ പോയി എന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയി കരയാനോ പിടിക്കാനോ ഒന്നിനും അവരെ കിട്ടത്തില്ലെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. നല്ലൊരു ഗെയിം അവരുടെ മുന്നിലുണ്ട്. അവർക്ക് നല്ലൊരു ഗെയിം കളിക്കാൻ പറ്റുമെന്ന് നമുക്ക് എല്ലാവർക്കും കാണിച്ചു തന്നിരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ഇതുപോലെ ബുള്ളി ചെയ്ത് അനുമോളെ ഒരു സൈഡിലാക്കി കരയിപ്പിച്ചുകൊണ്ടിരുന്ന ഇവര് ഇന്നലെ ഈ നൂറയുടെയും ആദിലയുടെയും മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. ആര്യനും അനുമോളും തമ്മിൽ തുടങ്ങിയ ഒരു വഴക്കാണ്. അത് പിന്നെ ഷാനവാസും അക്ബറുമായി, അതുപോലെ റെനയും ആദിലയും നൂറയും എല്ലാവരും കൂടിയായി. ഇതിനിടയ്ക്ക് അപ്പാനി ശരത്ത് വന്നിട്ട് ആദിലെ ഒരു ബാഡ് വേർഡ്സ് ഉപയോഗിച്ച് വിളിക്കുന്നുണ്ട്. അത് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ആദില അങ്ങോട്ട് ഫയറായി. ഇത് കണ്ടുകൊണ്ട് വന്ന നൂറ പിന്നെ പറയണോ, പുറകെ നടന്ന് അപ്പാനിയെ തലങ്ങും വിലങ്ങും ആക്രമിച്ചു. ഈ അനുമോളോട് പോകുന്നത് പോലെ ആദില നൂറയോട് പോകാൻ ഇവർക്കെന്തോ ഭയങ്കര ഭയമാണ്. കാരണം മറ്റൊന്നുമല്ല, LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇവർ വന്നതാണ്. ഇവന്മാരുടെയും വായിന്ന് എന്തെങ്കിലും വീണ ഇവന്റെയൊക്കെ ആപ്പീസ് പൂട്ടും എന്നുള്ള കാര്യം ഇവന്മാർക്കറിയാം. അപ്പൊ ഭയമുള്ളിടത്ത് അങ്ങനെ നിൽക്കാൻ ഇവർക്കറിയാം. അനുമോളോട് എന്ത് ചെയ്താലും അനുമോള് പ്രതികരിച്ചാലും ഇവിടെ വിഷയമല്ല എന്ന് വിചാരിക്കുന്നവർ എന്തുകൊണ്ട് ആദിലയും നൂറയും ഭയക്കുന്നു? അവിടെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അനുമോളെ ആക്രമിക്കാൻ പോകുമ്പോഴാണ് ഷാനവാസ് കയറിയിട്ട് അക്ബറിനെ തടയുന്നത്. എന്നുവെച്ചാൽ അക്ബറാണ് ആദ്യം ഷാനവാസിനെ തോളുകൊണ്ട് തള്ളുന്നത്. പിന്നെ പറയണ്ട, ഷാനവാസ് കൈ അങ്ങോട്ട് പുറകെ കെട്ടി ഒരു 5-6 തള്ള് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഷോൾഡർ വെച്ചിട്ട്. എന്നുവെച്ചാൽ തുടക്കം ഇട്ടത് അക്ബറാണ്. അതിന്റെ ഒരു ബലത്തില് അക്ബർ നിന്ന് ഉരുവെന്ന് പറയുമല്ലോ, നിന്ന് ഉരുകിപ്പോയി. അതുപോലെ ഷാനവാസിനെ ബിഗ് ബോസ് അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോയി കൺസെഷൻ റൂമിൽ വെച്ചിട്ട് ഇവര് രണ്ടുപേരും മിണ്ടാതിരിക്കാൻ പറഞ്ഞു. കുറച്ചുനേരം മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പം ഷാനവാസ് പറഞ്ഞു അങ്ങനെ മിണ്ടാതിരിക്കാനൊന്നും പറ്റത്തില്ല. ഒരു പെണ്ണിനെ ഇവരെല്ലാരും കൂടി കുറെ നാളായിട്ട് കോർണർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കണ്ടോണ്ട് ഇനി ഇരിക്കാൻ പറ്റില്ല, ബിഗ് ബോസ് ഈ അനീതിക്കെതിരെ പ്രതികരിക്കും എന്നുള്ള രീതിയിൽ തന്നെ ഷാനവാസ് അവിടെ സംസാരിച്ചു. ഷാനവാസ് അവിടെ കൃത്യമായിട്ട് സംസാരിച്ചു. ബിഗ് ബോസിനോട് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് കൺസെഷൻ റൂമിൽ ഇരുന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അതുപോലെ ആദില നൂറ, നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന ആദില നൂറ എന്റെ പൊന്നെ തീ. രണയൊക്കെ ഉണ്ടല്ലോ, രണ പല ദിവസങ്ങളിലും രണ ഫാത്തിമ പറയുന്ന എന്തായിരുന്നു, അനുമോൾ ബാത്റൂമിൽ പോയിരുന്ന് കരയുന്നു, അനുമോൾ ഫുൾ ടൈം കരച്ചിലാണെന്ന് പറഞ്ഞ് ചീവീടിനെ പോലെ അവിടെ അലച്ചുകൊണ്ട് അനുമോളുടെ പുറകിൽ പോയ രണ ഇന്നലെ ഉരുകി 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 കരഞ്ഞു മെഴുകി, ബാത്റൂമിനകത്ത് പോയിരുന്ന് കരഞ്ഞു മെഴുകി. അതാണ് കൊടുത്താ കൊല്ലത്തും കിട്ടും. ഇപ്പൊ പണ്ട് പിന്നെ ആയിരുന്നു, ഇപ്പൊ അപ്പൊ എന്ന് പറയുന്നത് പോലെയാണ്. നൂറയും ആദിലയും കൂടെ അതുപോലെ കരയിച്ചു. എന്താന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചല്ലേ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് വന്നത് എന്ന് റെന പറഞ്ഞപ്പോഴത്തേക്ക് ആദിലെ നൂറയും കൂടെ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. നിന്റെ ബോയ് ഫ്രണ്ട് ആ പല്ല് കമ്പിയിട്ട് അവനെയും കൂടെ വിളിച്ചോണ്ട് വാടി, വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവനും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവരെ ഇൻസൾട്ട് ചെയ്തപ്പോ തിരിച്ച് കൊടുക്കേണ്ട അതേ നാണയത്തിൽ മറുപടി കൊടുത്തു. അല്ലാതെ അനുമോളെ പോലെ പോയി മാറിയിരുന്നില്ല. ജിസേല് പിന്നെ മിണ്ടിയിട്ടില്ല. ജിസേലിനെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് വളഞ്ഞ് പിടിച്ച് മുറുകി കെട്ടിയെന്ന് പറയത്തില്ലയോ, അതുപോലെ ആക്കി കളഞ്ഞു. ഇതിനിടയ്ക്ക് നൂറ പറയുന്നുണ്ട്, ഇവിടെ റെനയോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, മസാജ് സെന്റർ അല്ലേ ഇവിടെ നടക്കുന്നത്, ബിഗ് ബോസ് മസാജ് സെന്റർ എന്ന് വെച്ചാൽ റെന ഫുൾ ടൈം ഈ പറയുന്ന ജിസേലിനെ മസാജ് ചെയ്ത് നമ്മളെല്ലാം ലൈവിൽ കാണുന്നതാണ്. ഉറക്കത്തിലും ഊണിലും ചുമ്മാ ഇരിക്കുമ്പോഴും എല്ലാം കാലും കയ്യും എല്ലാം മസാജ് ചെയ്ത് കൊടുത്ത് എന്ന് വെച്ചാൽ ജിസേലിനെ സോപ്പിട്ട് നിൽക്കുന്ന ഒരു റെനയെ പലരും അത് പറഞ്ഞിട്ടുമുണ്ട്. അകത്തൊരുത്തനും പറയത്തില്ലെങ്കിലും, അകത്തെല്ലാം മുളകളായതുകൊണ്ട് ആരും പറയത്തില്ല, വെളിയിലുള്ളവര് കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് ഇന്നലെ റെന പറഞ്ഞത്. പക്ഷെ അതിനെ വളച്ചൊടിക്കുന്നുണ്ട് ജിസേല്. അതെന്താണ്, ആണും പെണ്ണും തമ്മിൽ ഒന്ന് മസാജ് ചെയ്തെന്ന് പറഞ്ഞ് എന്ത് സംഭവിക്കാനാണ് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് ജിസേല് വളച്ചൊടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജിസേല് വളച്ചൊടിക്കാൻ മിടിക്കുകയാണ്. ജിസേല് പറയുന്നത് അത് വേറൊരു ഇന്റൻഷനിലാണ് ഇവർ കണ്ടത്, ഇവർ തമ്മിൽ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം എന്നുള്ള രീതിയിലാണ് ജിസേൽ അവിടെ പറയുന്നത്. പക്ഷെ അവരുദ്ദേശിച്ചത് അങ്ങനല്ല. ആ ലൈവ് ഞാൻ മൊത്തം കണ്ടതാണ്. അവര് പറഞ്ഞത് സോപ്പിട്ട്, എന്താന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ ഫുൾ ടൈം ഇങ്ങനെ കാലും തിരുമ്മി കയ്യും തിരുമ്മി മസാജ് ചെയ്ത് കൊടുത്ത് സോപ്പിട്ട് നിൽക്കുന്നു. എന്നുവെച്ചാൽ ജിസേലിനെ സോപ്പിട്ട് ഒരു വാലാട്ടിയായിട്ട് ഈ റെന നിൽക്കുന്നു. റെനയെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ പറഞ്ഞ ജിസേൽ ആണെന്നാണ് അവിടെ ആദിലെ നൂറെ ഉദ്ദേശിച്ചത്. പക്ഷെ അത് വേറൊരു തലത്തിലേക്ക് വളച്ചൊടിച്ചു കൊണ്ടുപോകാനാണ് ജിസേൽ ശ്രമിക്കുന്നത്. ഈ പറയുന്ന ആദിലയോടും നൂറയോടും ഇവരുടെ ഒന്നും കളി നടക്കത്തില്ല. അപ്പാനിയൊക്കെ ഇരുന്ന ഇരിപ്പൊന്ന് കാണണമായിരുന്നു.
അപ്പാനി ഇന്ന് രാവിലെയും പോയി ഈ പറഞ്ഞ തെറിക്ക് സോറി പറയാൻ പോയി. അപ്പൊ പറഞ്ഞു നീ പറയാൻ വന്നത്, അപ്പൊ തന്നെ ആദില പറയുന്നുണ്ട് സോറി പറഞ്ഞത് നിന്റെ മാന്യത, ബാക്കി എന്തോ വേണമെന്ന് എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. അതുമാതിരി തെറിയാണ് അവിടെ അപ്പാനി പറഞ്ഞത്. അപ്പാനിക്ക് എന്തായാലും അത് പണിയാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പാനിക്ക് അത് അറിയുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇവരാരും ഈ ബുള്ളിങ് ഗ്യാങ്ങിലുള്ള ആരും തന്നെ ഈ ആദില നൂറയോട് കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരാൾ പോലും ഇല്ല ഞാൻ നോക്കിയിട്ട്. ആ അനുമോള് കരഞ്ഞ് വെളിയിൽ നടക്കുന്നത് കൊണ്ടാണ്. അനുമോളും ഇതുപോലെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നേരെ നേരെ നിന്ന് എന്ന് വെച്ചാൽ പ്രതികരിച്ചിട്ട് പിന്നെ പോയിട്ട് കരയല്ല വേണ്ടത്. ഇവരാണെന്ന് വെച്ചാൽ കട്ടയ്ക്ക് എന്ന് വെച്ചാൽ ആദില നൂറയ്ക്കിന് സപ്പോർട്ട് കൂടത്തേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ ബുള്ളിങ് ഗ്യാങ്ങിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇപ്പോൾ ഇവരെല്ലാം പഠിച്ചിട്ടുണ്ട്, ഇവർ രണ്ടുപേരും. അതുപോലെ തന്നെ ഷാനവാസ് എടുത്തു പറയാമല്ലോ, ഇന്നലെ ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കും ഗ്യാങ് ആകാമല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അടുത്തൊരു ഗ്യാങ് അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞു. ഈ ബുള്ളിങ് ഗ്യാങ്ങിനെതിരെ അനുമോള്, ആദില നൂറ, ഷാനവാസ്, അബി, ഒനീല്, അപ്പൊ ഇവരാണ് അതിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഒന്നിലും പെടാതെ ശൈത്യ നിപ്പോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ശൈത്യക്ക് മനസ്സിലാവുന്നില്ല അവിടെ നിൽക്കണോ ഇവിടെ നിൽക്കണോ, ഇവിടെയാണോ ശരി അവിടെയാണോ ശരി. ശൈത്യ ചതിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ശൈത്യ പിന്നെ ആരെ കൊണ്ടാലും ചതിക്കും. കൂടുതലും അനുമോളോടാണ്, അനുമോളുടെ കൂടെ നിൽക്കുകയും അനുമോളെ ചതിക്കുകയും ചെയ്യുന്ന ഒരു ശൈത്യമാണ് നമുക്ക് എപ്പോഴും കാണാൻ കഴിയുന്നത്. അതുപോലെയാണ് നമ്മളുടെ ബിന്നി. ഇവിടെ ഏറ്റവും വലിയ വിഷം ആരാണെന്ന് ചോദിച്ചാൽ ബിന്നിയാണ്. ബിഗ് ബോസ് ഹൗസ്, ഞാൻ എന്റെ പഴയ വീഡിയോസ് ഫസ്റ്റ് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഇട്ട വീഡിയോസ് നിങ്ങൾ പുറകിലോട്ട് പോയാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും ഞാൻ അതിനകത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഏറ്റവും വലിയ വിഷം ഈ പറഞ്ഞ ബിന്നിയാണെന്ന്. ബിന്നി അത് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിന്നി പ്രത്യക്ഷത്തിൽ വന്നല്ല ഗെയിം കളിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് ജിസേലിനെ ബൂസ്റ്റ് ചെയ്യും, റെനയെ ബൂസ്റ്റ് ചെയ്യും, അക്ബറിനെ ബൂസ്റ്റ് ചെയ്യും, അപ്പാനിയെ ബൂസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, മാറിയിരുന്ന് ഇതെല്ലാം കണ്ടിട്ടിരുന്ന് ചിരിക്കും. ഇത് അവരുടെ ഫുൾ ക്യാരക്ടർ അങ്ങനെയാണ്. ഇവർ ഗെയിമിന് വേണ്ടി ചെയ്യുന്നതല്ല, ഇവരുടെ ക്യാരക്ടർ അതാണ്. ബിന്നിയുടെ ക്യാരക്ടർ കുത്തിത്തിരിപ്പ് ക്യാരക്ടറാണ്, അത് റിയൽ ക്യാരക്ടറാണ്. അതാണ് നമുക്കിതിൽ നിന്നും അതാണ് കാണാൻ കഴിയുന്നത്. റിയൽ ക്യാരക്ടർ ബിന്നിയുടെ ശരിക്കും വെളി വന്നിട്ടുണ്ട്. ബിന്നി ഒരു തമ്മിലടിപ്പിക്കുന്ന ഒരു ആൾ തന്നെയാണ്. നുണ പറഞ്ഞ് തമ്മിലടിപ്പിക്കാൻ ബിന്നിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ ബിഗ് ബോസ് ഹൗസിൽ വേറെ ആരും. എന്ന് വെച്ചാൽ ഈ റെനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും കീ കൊടുത്തു കഴിഞ്ഞാൽ കിടന്ന് ചിലക്കുന്ന ചീവീട് പോലെ ചിലച്ച് നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ക്രൂക്കഡായ നുണച്ചി എന്ന് നമ്മളെല്ലാവരും പറയുമല്ലോ, ക്രൂക്കഡായി നുണ പറയുന്ന, അവിടെ തമ്മിലടിപ്പിക്കുന്ന ഒരാളെ ഉള്ളൂ. ഞാൻ നേരത്തെ എന്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ബിന്നിയാണ് ക്രൂക്കഡ് മൈൻഡ്. ഷാനവാസ് അവിടെ കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ റൂമിൽ ഇരുന്ന അക്ബറിനോട് ശരിക്കും പറയുന്നുണ്ട്, ബിഗ് ബോസിനോടും പറയുന്നുണ്ട് ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ലെന്ന്. അതിനുശേഷം ഇപ്പൊ രാവിലെ നോക്കിക്കഴിഞ്ഞാൽ അക്ബർ ഒരു സൈഡിൽ ഇരിപ്പുണ്ട്, അപ്പാന് വേറൊരു സൈഡിൽ ഇരിപ്പുണ്ട്. എല്ലാവരും ഒന്ന് സൈലന്റ് ആയിട്ടുണ്ട്. കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തു കഴിയുമ്പം ഇവനൊക്കെ അടങ്ങിയിരിക്കാം എന്നുള്ളതിന് ഉദാഹരണമാണ് ഇത്. എന്നുവെച്ചാൽ ആദില നൂറ ഇതുപോലെ, നൂറ ഒരു രക്ഷയില്ല. ആദില തുടങ്ങി വെക്കും, നൂറ അവസാനിപ്പിക്കും. ഞാൻ കണ്ടിട്ട് നൂറ ഓരോ വാക്കുകളും കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. അനാവശ്യമായിട്ട് വായിൽ നിന്ന് ഒന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും എന്നാൽ കൊടുക്കേണ്ട രീതിയിൽ പാവാട വള്ളികൾക്കെല്ലാം കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അക്ബറിനോട് പറയുന്നുണ്ട് മഞ്ഞ ട്രൗസറാ നീ ട്രൗസറിന്റെ വള്ളിയാണ് നീ. അതുപോലെ പാവാട ഗ്യാങ്ങിനെ എല്ലാം പാവാടയാടാ നീയെല്ലാം ഒരാളുടെ പാവാടയായിട്ട് നടക്കും, നീയെല്ലാം മൊണ്ണകളാണെന്നുള്ള രീതിയിൽ ആ ഒരു അർത്ഥം വരുന്ന രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. അവരൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നു, അല്ലാതെ ഈ നോറയുടെയോ ആദിലയുടെയോ മുഖത്ത് നോക്കി ഇവനൊന്നും ഒരൊറ്റ അക്ഷരം മിണ്ടിയിട്ടില്ല. എന്താ പറയാ, ഇവന്മാർക്കറിയാം മിണ്ടി പോയാൽ 8ന്റെ പണി കിട്ടും എന്നുള്ളത്. അതുപോലെ ഞാൻ കാര്യം പറയാം, LGBTQ ആണെന്ന് പറഞ്ഞിട്ട് അവർ ഒരിക്കലും ആ ഒരു കാർഡ് അവർ അവിടെ എടുത്ത് കളിച്ചിട്ട് പോലും ഇല്ല. ഈ നിമിഷം വരെ അവർ കളിച്ചിട്ടില്ല. പക്ഷെ ഇവർക്ക് ഭയമുണ്ട്. ഇവരുടെ വായിൽ നിന്ന് വീഴുന്ന വാക്ക്, അതാണ് അപ്പാനിക്ക് സംഭവിച്ചത്. അപ്പാനി പറഞ്ഞതുപോലെ എങ്ങാനും ഇവരുടെയൊക്കെ ആരുടെയെങ്കിലും വായിൽ നിന്ന് ഒരു ചെറിയ തെറ്റ് വീണ് കഴിഞ്ഞാൽ പണി പാളുമെന്നുള്ള കാര്യം ഇവർക്കൊരു ഭയമുണ്ട് ഇവരോട് സംസാരിക്കാൻ. അപ്പൊ ഇവർക്ക് ഭയക്കേണ്ടവരെ ഭയക്കാൻ കൃത്യമായിട്ട് അറിയാം. എന്തായാലും ഇപ്പൊ ഒരു 2 ഗ്യാങ് ആയിട്ട് മാറിയിട്ടുണ്ട്. ലാലേട്ടൻ പറഞ്ഞ പോലെ തന്നെ 2 ഗ്രൂപ്പായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ള കളികൾ വൻ കളികളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ആര്യൻ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും, മെന്റലാണ്, അവൻ ഫുള്ള് മെന്റലാ. അവൻ എന്താ ചെയ്യുന്നതെന്നൊന്നും അവൻ അറിയത്തില്ല. പക്ഷെ ഇന്നലെ ഇന്റൻഷനലി ഒരു വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവൻ ഒരു സാധനം എടുത്തുകൊണ്ട് വന്ന് അവിടെ വെച്ചിട്ട് ഒരു വിഷയം ഉണ്ടാക്കിയത്. അനുമോൾ അങ്ങോട്ട് ഇടുന്നതേ ഉള്ളൂ, അല്ലാതെ ഇന്റൻഷനലി എറിയൊന്നുമല്ല, അങ്ങോട്ട് ഇടുന്നേ ഉള്ളൂ. പുള്ളിയുടെ കാലിൽ കൊണ്ടെന്നൊക്കെയാ പറയുന്നത്. അയ്യോ, കാല് ഒടിഞ്ഞു പോയി. ആ കാലിൽ കൊണ്ടിട്ട് കാലിൽ തട്ടിക്കാണും, ഉരുണ്ട് വന്ന് അല്ലെങ്കിൽ എങ്ങനെയും തട്ടിക്കാണും. അതൊരു വലിയ ഇഷ്യൂ ആക്കി മാറ്റിയത് അക്ബറാണ്. പക്ഷെ ഇന്നലെ ആ ഒരു വിഷയം ഉണ്ടായത് വലിയ കാര്യമായി. എന്ന് വെച്ചാൽ ഇവനെയൊക്കെ അടിച്ചിരുത്താൻ ആദില നൂറ എന്താണെന്നും നമുക്കറിയാൻ പറ്റി. ഇവരെല്ലാം അടിച്ചിരുത്തി കളഞ്ഞു. ഇവരുടെ ഒന്നും കളി ആദില നൂറയോട് നടക്കത്തില്ല എന്നുള്ള കാര്യം അവർ കൃത്യമായിട്ട് കാണിച്ചു തരികയും ചെയ്തു. എന്ന് വെച്ചാൽ ആദില നൂറയ്ക്ക് എനിക്ക് ആ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ കൂടാൻ പോകുന്നതേ ഉള്ളൂ. ലാലേട്ടൻ അവിടെ വന്നിട്ട്
ഗ്രൂപ്പ് കൂടെ ഉണ്ടാക്കാനുള്ള അനുമതി കൊടുത്ത പോലെയാണ് ഇന്നലെ സംസാരിച്ചത്. എന്ന് വെച്ചാൽ നിങ്ങൾക്കും ഗ്രൂപ്പ് ഉണ്ടാക്കാമല്ലോ, നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കി കളിക്കാമല്ലോ എന്ന് പറഞ്ഞ് അവർ ലൈസൻസ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് സമാധാനമായത്. അപ്പൊ പിന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കാമല്ലോ, ലാലേട്ടൻ ഇനി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഇനി പ്രശ്നത്തിന് വരത്തില്ലല്ലോ. അതുകൊണ്ട് ഇവർക്കെല്ലാം ഒരു ധൈര്യമായി ഇവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്തായാലും ജിസേലിനെ ഇനി അങ്ങോട്ട് കാളരാത്രി ആയിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ അവിടെ ശൈത്യ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചതിക്കാൻ കൂടെ നിൽക്കുന്നത്, ചതി കയ്യിലുള്ളത് ശൈത്യയ്ക്കും, ഏറ്റവും കൂടുതൽ നുണ പറയുകയും തമ്മിലടിപ്പിക്കുകയും എന്നിട്ട് നൈസായിട്ട് മാറി നിൽക്കുകയും ചെയ്യുന്നത് ബിന്നിയുമാണ്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.